ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അമ്പലം റോഡ്, ചെറുപുഴ. രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് അധികാർ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPCC മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കച്ചൻ കാവാലം, എ ബാലകൃഷ്ണൻ, സലീം തേക്കാട്ടിൽ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു. കള്ളവോട്ടുകൾ കൂട്ടിച്ചേർത്ത് ജനവിധിയാകെ അട്ടിമറിച്ച് ഭാരതമൊന്ന് ഇല്ലാതാക്കും. നരേന്ദ്രമോദി മൂടാച്ച്. നിങ്ങൾക്കെതിരാണ് ഈ രോഷം. നൈറ്റ് മാർച്ച് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ആദ്യമായി ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിലെ പ്രവർത്തകരെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാറ്റ്നയിൽ ഇന്ന് ചരിത്രം തിരുത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ജനാധിപത്യ ഇന്ത്യയുടെ തിരിച്ചുവരവിന്റെ കാഹളമോതുകയാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ഇലക്ഷനിൽ എങ്ങനെ ജയിച്ചു എന്ന് വളരെ സവിസ്തരം നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദാഹരണ സഹിതം വിവരിച്ചു കഴിഞ്ഞു. ബാംഗ്ലൂരിലെ ഒരു മണ്ഡലമാണ് അത് ഉദാഹരണമായി എടുത്തത്. 6 മണ്ഡലങ്ങളിലും ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഒരേ ഒരു ആശയത്തിനു വേണ്ടി ഒന്നിച്ചു ചേർന്ന് സംയുക്തമായി നടത്തുന്ന റാലി ഇപ്പോൾ പാറ്റ്നയിൽ നടക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ആ പരിപാടിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രാത്രി നൈറ്റ് മാർച്ച് നടന്നു വരുന്നു. എന്താണ് ഇത്രയും വലിയ ഒരു സമ്മേളനം നടക്കാനിടയായത് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിലെ പൊതു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഷങ്ങളായി നടത്തി വന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായി നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഇന്ന് നിലവിലുള്ളത്. ആ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇന്ത്യയുടെ ഭരണഘടനയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ കരിമ്പിൻ തോട്ടത്തിൽ കയറിയ ആനയെ പോലെ കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയോടൊപ്പമുള്ള ഷായും ഒക്കെ വിലസുകയാണ്. ഇവിടെ ബീഹാറിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കുന്നു. ഇവിടെ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ ചേർക്കുന്നു. അതേപോലെ തന്നെ വോട്ടിംഗ് മെഷീൻ പോലും തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ അന്ന് നമ്മുടെ പാർട്ടിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയെയും മറ്റു നേതാക്കളെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ രാജ്യത്തെ മറ്റു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ ബോധിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഒരു കാര്യം അവർക്കും മനസ്സിലായിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നത് നരേന്ദ്രമോദി കള്ളവോട്ടിൽ കൂടിയാണ്. 400 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് 400 സീറ്റ് കിട്ടാനുള്ള കള്ളത്തരങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേറ്റവും കൂടുതലായി ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് യാതൊരു കാരണവും പറയാതെ മരിച്ചു അല്ലെങ്കിൽ നാട്ടിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീക്കം ചെയ്ത് പകരം വരെ വീട്ടിൽ 10, 300, 500, 1000 വോട്ടുകൾ വരെ കൂട്ടിച്ചേർത്ത് അച്ഛനും അമ്മയും ഇല്ലാത്ത, വീടില്ലാത്ത, അത്തരത്തിലുള്ള നമ്പറുകളൊന്നുമില്ലാത്ത ആളുകളൊക്കെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അതിനെതിരെ ഇന്ത്യയിൽ ജനാധിപത്യം, ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഒരു ചൈത്ര യാത്ര നടത്തിയത്. പ്രിയമുള്ളവരെ, ഭാരതത്തിലെ ജനങ്ങളുടെ സമ്മതിദാന അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഹുൽ സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്ര സമാപിക്കുമ്പോൾ 2 ആഴ്ചക്കാലമായി നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. മുഴുവൻ നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും
ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9207775577.